ത്രസിപ്പിക്കുന്ന അന്വേഷണങ്ങളിൽ കുറച്ചു കാലം ജീവിക്കണം, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, പിന്നെ മറ്റൊന്ന് എന്നിങ്ങനെ സ്ഥിരമായൊരു മേൽവിലാസമോ സ്ഥിരമായിട്ടൊരു പേരോ പോലും ഇല്ലാത്തൊരു കഥാപാത്രത്തെ ഹോട്ടൽ ഗ്രീൻ വാലി എന്ന കഥയിൽ സലീം അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ മിക്ക കഥകളും വായിക്കുമ്പോൾ ഒരു നിഗൂഢതയെ പിന്തുടരാനും ഒരു രഹസ്യം കണ്ടെത്താനും ഉള്ളൊരു ശ്രമം സലീമിൻ്റെ കഥകളിൽ കാണാനുണ്ട്. ഇത്തരമൊരു രചനാരീതി പിന്തുടരുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ചില ആൾക്കാർ, ചില കഥ എഴുതുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഞാൻ എഴുതുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളൊരു അഭിപ്രായം. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാൻ എഴുതുന്നത് വേറൊരാളും കൂടി വായിക്കാൻ വേണ്ടിയിട്ട്, ഒരാളെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് എഴുതുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ബോർഹസിനൊക്കെ അത് പറയാം. ബോർഹസിന് വേണ്ടി മാത്രം എഴുതി എന്നുള്ള ഒരു ഇൻ്റർവ്യൂവിലൊക്കെ മൂപ്പര് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിഗൂഢത എന്ന് പറയുന്ന സങ്കല്പം, അല്ലെങ്കിൽ കൗതുകം, പിന്നെ ആകാംക്ഷ, ഈ സങ്കല്പങ്ങളൊക്കെയും മനുഷ്യൻ്റെ ഉള്ളിൽ അതിനെ കടന്നു പോകാൻ പ്രേരിപ്പിക്കുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ ഒരു നിഗൂഢമായിട്ടുള്ളൊരു സംഗതി പറയുമ്പോൾ അത് അടുത്തത് എന്താണ് സംഭവിക്കുക എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വായിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ഇപ്പോൾ ഈ ഏകാന്തതയുടെ 100 വർഷങ്ങൾ തുടങ്ങുന്നത് തന്നെ മെനി ഇയേഴ്സ് ലേറ്റർ, as he facing firing squad, Colonel Arellano Buendia remembered that distant afternoon when his father took him to discover ice എന്ന് പറഞ്ഞിട്ടുള്ള തുടക്കം. ഇത് ഗംഭീര തുടക്കമാണ്. ഈ തുടക്കം വായിക്കുന്നതോടുകൂടി നമ്മൾ ഇതെന്താണ് സംഭവം എന്നുള്ള തോന്നൽ, എന്നാ ബാക്കി വായിച്ചു കളയാം എന്നുള്ള തോന്നലോടുകൂടിയാണ് ആ കഥ ഉണ്ടാക്കുന്നത്. അതൊരു ആകാംക്ഷ ജനിപ്പിക്കലാണ്. അതൊരു വലിയ, എന്താ പറയുക, ലോകത്തിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണിത്. അതിനെ ചുറ്റിപ്പറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഒരുപാട് സെൻറ്റൻസുകൾ ആ രീതിയിൽ ഫോം ചെയ്യുന്ന പല നോവലുകളും ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അതേപോലെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ തുടങ്ങുമ്പോൾ കൂമൻകാവിൽ ബസ് വന്നു നിന്നപ്പോൾ രവിക്കവിടം അപരിചിതമായി തോന്നിയില്ല. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന നോസ്കാർഡിൻ്റെ ഒരു പുസ്തകമുണ്ട്, സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മൂപ്പരൊരു ബയോഗ്രാഫിക് നോവൽ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതിൽ ചിലപ്പം വായിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അയാൾ നമ്മളെ ബഷീറിനെയൊക്കെ പോലെ ബയോഗ്രഫിയാണ്, ബഷീറിനെ പോലെയല്ല, കുറച്ച് വേറിട്ട് തന്നെയുള്ള ഒരു ബയോഗ്രഫിക് നോവലുകൾ എഴുതുന്ന ഒരാളാണ്. അയാൾ ഈ പുസ്തകം തുടങ്ങണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, you don't know what air is, still you breathe. You don't know what sleep is, still you sleep. You don't know what heart is, still your heartbeat continuously beats day and night, day and night, day and night. ഇതൊരു ത്രസിപ്പിക്കുന്ന സംഗതിയാണ്. ഇതൊരു വലിയ, എന്താ പറയുക, ഒരു വാതിൽ, അല്ലെങ്കിൽ ഒരു നിഗൂഢമായിട്ടുള്ളൊരു വാതിൽ നമ്മളെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരികയും പിന്നീട് അത് തുറന്ന് പോവുകയും ചെയ്യും. ഇപ്പം ഏതൊരു കഥയും വായിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം വേണം. ഒരു കഥനെ വായിപ്പിക്കാൻ ഒരു കാരണം വേണം. ഈ കാരണത്തിന് ഞാൻ തിരഞ്ഞെടുക്കുന്നൊരു ഉപാധിയാണ് ഈ നിഗൂഢത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ നിഗൂഢത ഇല്ലെങ്കിൽ ഇപ്പോൾ തുടർന്ന് വായിക്കാനുള്ള പ്രേരക ശക്തി ചിലപ്പം കുറഞ്ഞു പോകും. ഇതിപ്പോൾ എൻ്റെ തോന്നൽ, ഇപ്പോഴുള്ള തോന്നലാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിയേക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാർവറിൻ്റെ കഥകളിൽ ചില ഹെഡിങ് ഒക്കെ ഉണ്ട്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. മൈ ഫാദർ എന്താണ്, 3 times he came to death of എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു കഥയൊക്കെ ഉണ്ട്. അതായത് 3 പ്രാവശ്യം അച്ഛൻ മരിച്ചു എന്നുള്ള തുടങ്ങലിലൊക്കെ തുടങ്ങുന്ന കഥ. അപ്പോൾ നമുക്ക് തോന്നിയത് എന്താണ് സംഭവം, വളരെ നേർത്തൊരു കാര്യങ്ങളാണ് ഈ പറയുന്നത്. പക്ഷെ ഇത് ഉദ്വേഗജനകമായിട്ട് മനുഷ്യനെ അതിലേക്ക് പ്രവേശിപ്പിക്കാനോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനോ തോന്നിപ്പിക്കുന്ന ചില സംഗതികൾ ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു കഥയിലും ആവശ്യമാണ്. ഇപ്പോൾ ഹരീഷേട്ടൻ്റെ ഒറ്റ എന്ന് പറയുന്ന കഥയിൽ ഒരു ആള് ബസ്സിൻ്റെ സ്റ്റോപ്പ് മറന്നിട്ട് വേറൊരു സ്റ്റോപ്പിലേക്ക് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇത് വേറെ തന്നെ ഒരു, ഇനി എന്ത് ചെയ്യും, അയാൾ അവിടെ ഇറങ്ങിയല്ലോ, ഇനിയിപ്പോൾ നമുക്ക് എന്താണ് അടുത്തത്, എന്താ സംഭവിക്കുക എന്നുള്ള തോന്നൽ എല്ലാ കഥയിലും ഉണ്ട്. ഇപ്പൊ ത്രില്ലർ എന്ന് പറഞ്ഞാൽ എല്ലാ കഥയും ത്രില്ലാണ്. എല്ലാ നല്ല കഥകളും ത്രില്ലേഴ്സാണ്. എല്ലാ നല്ല കഥകളും നമ്മളെ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഈ സങ്കല്പങ്ങളെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിലുള്ളൊരു
പേഴ്സണലി ഉള്ളൊരു യാഥാർത്ഥ്യം. അത് മനഃപൂർവ്വം ചെയ്യുന്നൊരു സംഗതിയാണ്. നിഗൂഢത ഉണ്ടാക്കുക, അതിനെ ചുരുളഴിപ്പിക്കുക, അതിലൂടെ നമ്മൾ എന്തെങ്കിലും പറയുക, അതിൻ്റെ എന്താ പറയുക, അരികു പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ അതുപോലെ തന്നെ ചരിത്രത്തിൽ നിന്ന്, ചരിത്ര പുരുഷന്മാരിൽ നിന്ന് ഒക്കെ ഉള്ള റെഫറൻസുകൾ സലീമിന്റെ കഥകളിൽ ഇടയ്ക്കിടെ വരുന്നുണ്ട്. അപ്പൊ ഇത്തരം അന്വേഷണങ്ങളിലേക്ക് എങ്ങനെയാണ് സലീം എത്തിപ്പെടുന്നത്? ഇത്തരം ഈ ചുരുളടിക്കലുകളിലേക്ക്, ചില തീമുകളിലേക്ക്, ചില വ്യക്തികളിലേക്ക്, ചില ചരിത്ര സന്ദർഭങ്ങളിലേക്ക് ഒക്കെ എങ്ങനെയാണ് എത്തുന്നത്? വായനയിലൂടെയാണോ, അതോ കഥയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു രൂപപ്പെടലിൽ സംഭവിക്കുന്നതാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള രൂപപ്പെടലിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു വിഷയം നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു കോഴി എന്ന് പറയുന്ന വിഷയം നമ്മൾ എടുക്കുമ്പോൾ, കോഴിനെ പറ്റിയിട്ടുള്ള ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കും. ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിക്കും. പൂക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പൂക്കളിൽ എന്താണ് വളരെ വിചിത്രമായിട്ട് ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പിന്നെ ടുലിപ്പ് മാനിയയിലേക്ക് പോകുന്നത്. പിന്നെ ഹെൻ ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ള 1840s ഉണ്ടായിരുന്ന കോഴീനെ വെച്ചിട്ടുള്ള വലിയ വലിയ എന്താ പറയുക വാതുവെപ്പുകളും ലേലം വിളികളൊക്കെ നമ്മളെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു കഥൻ്റെ തീം എടുക്കുമ്പോൾ നമുക്ക് പരമാവധി അതിൻ്റെ പല സ്രോതസ്സുകളെ കുറിച്ചും വായിച്ചു നോക്കും. അത് ആവശ്യമാണെങ്കിൽ നമ്മൾ ചേർക്കും, ആവശ്യമല്ലെങ്കിൽ നമ്മളതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ചിലപ്പം വരും സിനിമാസ്കോപ്പിലൊക്കെ പിന്നെ ഈ ചലച്ചിത്ര അക്കാദമീൻ്റെ ശില്പത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് വളരെ സ്വാഭാവികമായിട്ട് എൻ്റെ മൈൻഡിൽ വന്നത്. ആ ശില്പത്തിൻ്റെ രൂപം ആ കഥയിലുള്ള പിന്നെ ഒരു സ്ത്രീ ചെയ്യുന്നതാണ് എന്ന് നായകൻ കരുതുന്ന, അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്ന മനോഭാവവും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടും നമുക്ക് വന്നു ചേരും. ചിലപ്പം നമ്മൾ റിസർച്ച് നടത്തും, ചിലപ്പോൾ നമ്മൾ വളരെ സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന ചില കാര്യങ്ങളിൽ കൂടെ പോകുമ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് ആലോചിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എല്ലാ എഴുത്തുകാരും ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. അതുപോലെ ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ തുടക്കത്തിലൊക്കെ ഇത് എങ്ങനെ എഴുതുന്നത് എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ഉള്ള കൺഫ്യൂഷനാണ്. അപ്പം ഞാൻ പല പ്രധാനപ്പെട്ട എഴുത്തുകാരടുത്തും ചിലപ്പം ചോദിച്ചു എന്നൊക്കെ വരും, ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്, ഇതിപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ, ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നത്. അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കും അറിയില്ല, എഴുതുന്ന ആൾക്കാർക്കും അറിയില്ല. വളരെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ വന്നു പോകുന്നതോ റിസർച്ച് ചെയ്യുന്നതോ അതിന് പ്രത്യേക ഒരു പോം വഴികളൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോരോ വഴിയാണ് ഇത് എഴുതുന്ന രീതിയിൽ. ഇപ്പോൾ പലർക്കും പല രീതിയിൽ. ചിലപ്പം പിന്നെ ഈ സരമാഗമൊക്കെ പറയുന്നത് അയാൾ 90% അയാൾ എഡിറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു വെർഷനായിരിക്കും എഴുതുക, വളരെ ഒരു 10% മാത്രമേ അയാൾ എഡിറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം എഴുതുന്നത് പോലും അങ്ങനെ ആയിരിക്കില്ല. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് ഉപേക്ഷിക്കുന്ന വരും, വേറൊരു പിന്നെ ഡ്രാഫ്റ്റിലേക്ക് പോകും. ആ ഡ്രാഫ്റ്റ് ചിലപ്പം പറ്റൂല എന്ന് വരും, അങ്ങനെ വേറൊരു ഡ്രാഫ്റ്റിലേക്ക് പോകും. ഇതിനിങ്ങനെ പറഞ്ഞാൽ പോരാന്ന് വരും, വേറെ ഡ്രാഫ്റ്റിലേക്ക് പോകും. ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നക്കാരെ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിരിക്കും. ഇവർക്ക് ഞാനൊരു ഡ്രാഫ്റ്റ് അയക്കും, എന്നിട്ട് ഈ ഡ്രാഫ്റ്റ് അല്ലാതെ വേറൊരു കഥ അയക്കും, ഇതിങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. ഞാൻ ഭയങ്കര എന്താ പറയുക ആത്മവിശ്വാസക്കുറവുള്ള ഒരു എഴുത്തുകാരനാണ്. പേഴ്സണലി ഒരു ആത്മവിശ്വാസം ഭയങ്കര കമ്മിയാണ് എനിക്ക്. അപ്പോൾ എനിക്ക് ഒരു 5-8 സെഷൻസ് ഓഫ് റീഡേഴ്സ് ഉണ്ട്, അതായത് സുഹൃത്തുക്കളുണ്ട്. ഞാനിങ്ങനെ കീപ്പ് ചെയ്യുന്ന, ഇതിനു വേണ്ടി കീപ്പ് ചെയ്യുന്നല്ല, അവരെ ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് അധികം ഒന്നും വായിക്കാത്ത, എന്നാൽ ആദ്യമായിട്ടൊരു കഥ വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും, കൊള്ളാവോ എന്ന് ചോദിക്കാൻ പറ്റുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവർ ചിലപ്പോൾ എൻ്റെ കഥകൾ മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ, അവരെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. ഭീകരമായിട്ട് വായിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ അടുത്തും ഞാൻ കഥ വായിപ്പിക്കും. എന്നാൽ ഒരു മീഡിയോക്കർ വായനകളുള്ള ചില ആൾക്കാരുണ്ട്, അവരുടെ അടുത്തും ഞാൻ വായിപ്പിക്കും. ഇതെങ്ങനെ ഈ 3 പേരിൽ എങ്ങനെ പ്രവർത്തിക്കുന്നത്, ഈ 3 കാറ്റഗറി ആൾക്കാരിൽ എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ചോദിക്കും. എൻ്റെ അടുത്ത് ഇപ്പോൾ പിന്നെ അർജുൻ അരവിന്ദ് എന്ന് പറയുന്ന ഒരു കഥാകൃത്തൊക്കെ ഉണ്ട്. ഇവൻ പറയും, എന്തിനാണ് ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്, ഇത് കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്താൽ പോരെ. അപ്പോൾ എനിക്കിതിൽ പല ലക്ഷ്യങ്ങളുണ്ട്. ഇത് അയച്ചു കൊടുക്കുമ്പോൾ ഇവർ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്നും ഇവരെതിനെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നതെന്നും ഇവരെയൊക്കെ വായനനെ കുറിച്ചുള്ള ധാരണയൊക്കെ എനിക്കുണ്ട്. ഇപ്പൊ അർജുൻ അരവിന്ദ് ഭീകരമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയാണ്, ഡിന്നു ജോർജ് നന്നായിട്ട് വായിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇവർക്കൊക്കെ സാഹിത്യ സങ്കല്പങ്ങൾ വേറെ തന്നെയാണ്. ഭീകരമായിട്ട് മലയാളത്തിലൊക്കെ പല പഠനങ്ങളും PhD ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഇവരെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴാണ്
ഞാനിത് പ്രൊസീഡ് ചെയ്യാല്ലേ എന്നുള്ളൊരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് വരിക. ഞാൻ ചിലപ്പോൾ ഹരീഷേട്ടനൊക്കെ ചിലപ്പോൾ അയച്ചു കൊടുക്കും. ഹരീഷേട്ടൻ ചിലപ്പോൾ കാണുമൊന്നുമില്ല, കുറെ കഴിഞ്ഞിട്ട് അച്ചടിച്ച് വന്നതിന് ശേഷം കേൾക്കും ചിലപ്പോൾ നീ അത് അയച്ചിരുന്നില്ലേ എന്നൊക്കെ ചില സമയത്ത് ഉണ്ടാവലുണ്ട്. ഈ അടുത്തൊക്കെ അയച്ചതൊക്കെ മൂപ്പര് കുറേയൊക്കെ നോക്കി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരീഷേട്ടനൊക്കെ ചില സമയത്ത് നമ്മൾ കൊടുക്കാൻ പറ്റുമോ, അച്ചടിക്കണോ എന്നുള്ള സങ്കടങ്ങളിലൊക്കെ കുറച്ച് പേരുടെ അടുത്തൊക്കെ ഇങ്ങനെ കാണിക്കലുണ്ട്. കുറേ പേരുണ്ട് അങ്ങനെ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ പേര്. ഹരിശേട്ടൻ എൻ്റെ ഒരു ഐഡിയൽ പിന്നെ റൈറ്ററാണ്. അയാൾ മലയാള കഥകളിൽ ചെയ്തു വെച്ചിട്ടുള്ള പോലത്തെ ഭീകരമായിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക്, ഈ സന്തോഷ് കുമാർ ഒരു ക്രാഫ്റ്റിൽ എത്രത്തോളം രസകരമായിട്ട് പണിയാം എന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണങ്ങളാണ് ഇവർ രണ്ടാളും എന്നാണ് എനിക്ക് തോന്നുന്നത്. പല സംഗതികളും ഇവരെ നമ്മളെ ഫാസിനേറ്റിംഗ് ആണ്. അതായത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള റൈറ്റേഴ്സാണ്. ഇപ്പോൾ പട്ടുനൂൽപ്പുഴ ആയാലും നോവല് വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാലോ അതൊക്കെ നോവലിൽ തന്നെ നമ്മളെ മലയാളത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട വർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തബൂമ്മയുടെ അച്ഛനൊക്കെ ഭീകരമായിട്ടുള്ളൊരു വർക്കും ക്രാഫ്റ്റും ഉള്ള വ്യക്തികളാണ് ഇവരൊക്കെ. ഇവരെന്താണ് നിരന്തരം വായിക്കുക എന്നുള്ള ആലോചന. ഇവരടുത്ത് ഞാൻ സംസാരിക്കുന്നത് പോലും ഇവരെന്താണ് വായിക്കുന്നത്, എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇങ്ങനെ പല നിലകളിൽ വായിക്കുന്ന ആളുകൾക്ക് ഈ കഥകൾ അയച്ചു കൊടുക്കുമ്പോൾ എല്ലാത്തരം വായനക്കാരെയും രസിപ്പിക്കുന്ന, തൃപ്തിപ്പെടുത്തുന്ന കഥ എഴുതുക എന്നുള്ളൊരു ലക്ഷ്യം സലീമിനുണ്ടോ? സാധ്യമാണോ? ഇല്ല, അത് സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇഷ്ടമായില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ സന്തോഷിക്കും. കാരണം അവർക്ക് ഇഷ്ടമാവരുന്നത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവണം. അതാണ് എൻ്റെ മൈൻഡിലുള്ള ഒരു കാര്യം. ചില സെർട്ടൻ റീഡേഴ്സിന് അത് ഇഷ്ടമാവണം, ചില സെർട്ടൻ റീഡേഴ്സിന് അത് ഇഷ്ടമാവരുത്. അത് ഇഷ്ടമായി, അവരത് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നും, അയ്യോ ഈ കഥയിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതാണ് പേഴ്സണലി എനിക്കുണ്ടാകുന്ന റിയാക്ഷൻ. അതാണ്, ഇതെന്തോ പ്രശ്നമുണ്ടല്ലോ, ഈ സാധനത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് വിചാരിക്കുക. ഇപ്പൊ പൂക്കാരൻ ആദ്യം എഴുതിയിട്ട് ഒരുപാട് ആൾക്കാർ വായിച്ചപ്പോൾ ഞാൻ ആകെ ബേജാറായിപ്പോയി. കാരണം ഇതെന്താണ്, ഇതെല്ലാവരും വായിക്കരുത്, എല്ലാവർക്കും പറ്റിയോ, ഇതിനെന്തോ പ്രശ്നമുണ്ടോ എന്നുള്ള തോന്നലുണ്ട്. എല്ലാവർക്കും പറ്റുന്നത് പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ആക്സിഡൻ്റലി അത് സംഭവിക്കാം. പക്ഷെ നമുക്കൊരു ചില സാഹിത്യ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സാഹിത്യകൃതി നടത്തുമ്പോൾ നമുക്ക് സെർട്ടൻ ലക്ഷ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ ലക്ഷ്യങ്ങളിലേക്ക് തൊടുന്നുണ്ടോ എന്നുള്ള തോന്നലുകൾ എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ പല ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കി എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് സലീം പറഞ്ഞല്ലോ. ഇങ്ങനെ പല ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അവസാനം നമ്മളൊരു രൂപത്തിൽ പ്രസിദ്ധീകരിക്കാം എന്നുള്ള ഒരു നിലയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ആ തൃപ്തി തരുന്ന ഒരു ഡ്രാഫ്റ്റ് ഉണ്ടല്ലോ, അതിൽ സലീമിന് തോന്നുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒരു കഥ പൂർത്തിയായി എന്നുള്ളൊരു വിചാരം വരുന്ന സമയത്ത് ആ കഥയ്ക്ക് എന്തൊക്കെ തരം ക്വാളിറ്റികൾ ഉണ്ടാവുമെന്നാണ് സലീം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത്? എനിക്ക് തുടക്കത്തിലൊക്കെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് തീമിലായിരുന്നു. തീമാണ് കഥനെ നയിക്കുക എന്നുള്ളത്. ഇത് ഒരു വലിയ ചർച്ച തന്നെ നടക്കും, സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ ചർച്ച തന്നെ നടക്കും. തീമാണോ കഥനെ നയിക്കുന്നത്, അല്ല കഥയാണോ, ഐ മീൻ നരേഷനാണോ ആഖ്യാനാണോ നല്ലത്? ഇപ്പോൾ കുറേ ചർച്ച നടന്ന് എവിടെ എത്താത്തൊരു ചർച്ചയാണത്. തീമും വേണം നരേഷനും വേണം എന്നുള്ളൊരു സംഗതിയിലേക്ക് വരിക. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് കണ്ടന്റ് പ്രധാനമാണ്, എന്നാൽ നരേഷനും അതേപോലെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത സമീപ സമയങ്ങളിലൊക്കെ എഴുതുന്ന കഥകളിലൊക്കെ തീം മാത്രം പോരാ, കണ്ടന്റ് മാത്രം പോരാ, നരേറ്റീവ് സ്റ്റൈല് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നും തീം അതിനെ സപ്പോർട്ട് ചെയ്യും വേണം, തീമും വേറിട്ട് നിൽക്കും വേണം എന്നുള്ളൊരു ഉത്തരത്തിലാണ് ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീമിൻ്റെ ആവശ്യമില്ല, നമുക്ക് നമ്മളതായിട്ടുള്ള ചില, ഇപ്പോൾ ഞാനും നീയും ഇരുന്ന ഈ സന്ദർഭത്തെ ഏതൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കാം എന്നുള്ള അതിൻ്റെ നരേറ്റീവ് സ്റ്റൈൽ എങ്ങനെ കൊണ്ടുവരാം, അതിനെ എത്രത്തോളം വേറിട്ട് എഴുതാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു വരും. ഒന്നും നടക്കാത്തൊരു സ്ഥലം, ആ നടക്കാത്ത സ്ഥലത്തും ചിലപ്പോൾ നമുക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ചില കഥകൾ ഉണ്ടാക്കാൻ പറ്റിയേക്കാം, ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള നരേറ്റീവ് സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റിയേക്കാം എന്നുള്ള തോന്നലുണ്ട്. ഇപ്പോൾ കൽപ്പറ്റ നാരായണന് പിന്നെ അങ്ങനെ ഒരു സാധ്യത, എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനമൊക്കെ മൂപ്പര് കഴിഞ്ഞ കൊല്ലം എഴുതിയിട്ടുണ്ട് ഈ മലയാളത്തിൽ. അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ ഒരു ദിവസത്തെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് നരേറ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്ന ചില ആഖ്യാന തന്ത്രങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ആഖ്യാന തന്ത്രങ്ങൾ ഒന്നിനെ കണക്ട് ചെയ്ത് പറയുന്ന രീതികളിലൊക്കെ ഭയങ്കര ഫാസിനേഷൻ തോന്നലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഴുക്ക്, അത് പിന്നെ ജമ്പ് ചെയ്യാതിരിക്കുക, ഒരു തീമിൽ നിന്ന് വേറൊരു ഖണ്ഡികയിലേക്ക് പോകുമ്പോൾ ജമ്പ് ചെയ്യാതിരിക്കുക, ഇത് തടസ്സം നേരിടരുത്. ഞാൻ എപ്പോഴും ഇത് വായിക്കുമ്പോൾ തടസ്സം ഒരു മനുഷ്യന് തടസ്സം തോന്നരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിലുള്ള ടെക്നിക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് അതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സലീമിൻ്റെ കഥകൾ വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, വളരെ അയത്ന ലളിതമായിട്ടും വളരെ സഹജമായിട്ടും എഴുതുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ അതിന് പിന്നിൽ ഇത്രയും അധ്വാനം ഉണ്ടെന്നും പല ഡ്രാഫ്റ്റുകൾ ഉണ്ടെന്നും ഒക്കെ ഉള്ളത് ഒരു പുതിയ തിരിച്ചറിവാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ കഥകൾ വായിക്കുമ്പോൾ സലീമിൻ്റെ പല കഥകളിലും ആവർത്തിച്ചു വരുന്ന ഒരു രൂപകം ഞാൻ ശ്രദ്ധിച്ചത് കണ്ണാടിയാണ്. കണ്ണാടിയിലേക്കുള്ള നോട്ടം, കണ്ണാടിയിൽ നിന്നുള്ള നോട്ടം, ഈ രണ്ട് നോട്ടങ്ങൾക്കിടയിലും പരിഭ്രമിച്ച് നിൽക്കുന്ന കഥാപാത്രങ്ങളെ പല നിലകളിൽ കാണും. അപ്പോൾ ഒരു പൂവിനെ നോക്കി ഇതുപോലെ നിൽക്കുന്ന ഒരു കഥാപാത്രം പൂക്കാരനിലുണ്ട്, കണ്ണാടിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. ഈ കണ്ണാടി എന്തുകൊണ്ടാണ് ആവർത്തിച്ച് കഥകൾ വരുന്നത്? എനിക്ക് തോന്നുന്നത് അത് ഈ ബോർഹസിന്റെ ബാധ പിടികൂടിയതാണ് എന്നുള്ളതാണ്. ബോർഹസിനാണല്ലോ കണ്ണാടി ഫാസിനേറ്റിംഗ് ആയിട്ട് അവതരിപ്പിച്ചതും കണ്ണാടിയിൽ ഇത് ഇത്രയും വിചിത്രമായിട്ടുള്ള ലോകം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണിച്ചു തരികയും അതിനെ അനുഭവിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ ബോർഹസാണ്. ഏറ്റവും വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ബോർഹസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു ഫാസിനേഷൻ കണ്ണാടി മാത്രമല്ല, കണ്ണാടി, സ്വപ്നങ്ങൾ, പിന്നെ സമയം എന്ന് പറയുന്ന സംഗതിനെയൊക്കെ ഭീകരമായിട്ട് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള പല കഥകളും ബോർഹസിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു പിന്നെ നമ്മളെല്ലാം എഴുതും, എൻ്റേത് മാത്രമായിട്ട് പ്യൂറായിട്ടൊന്നുമില്ല. അപ്പം അതിൽ ഒരുപാട് കവിത പിന്നെ സബര്യ നടത്തിയത് കൊണ്ടാണ്, കവിത വായിച്ചത് കൊണ്ട് അതിലെഴുതുമ്പോൾ അതിൻ്റെതായ പൂർണ്ണതയിൽ കിട്ടുന്ന ഒരു സാധനം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പേഴ്സണലി എൻ്റെ അഭിപ്രായം കേട്ടോ. നമ്മൾ പല മനുഷ്യന്മാരുടെ കൂടിച്ചേരലും പല ആലോചനകളുടെ കൂടിച്ചേരലുമാണ് നമ്മൾ ഉണ്ടാകുന്നത്. അതെ, നമ്മളതായിട്ട് എന്തോ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവരിക, അതൊരു ഭയങ്കര മണ്ടൻ ആലോചനയാണെന്ന് എനിക്ക് തോന്നലുണ്ട്. ചില ആൾക്കാർ പറയും, ഓ ഇത് അവിടുന്ന് കണ്ടിരുന്നു, ആ സാധനം ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇത് നേരത്തെ ഉപയോഗിച്ച തീമാണല്ലോ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെന്താ നമ്മൾ വേറൊരു രീതിയിലല്ലേ പറയുന്നത് എന്നുള്ള തോന്നല്, ആ ഒരു ആഖ്യാനം. ഇപ്പോൾ നമ്മുടെ ഓസ്കർ വൈൽഡാണ് ഈ ചിത്രങ്ങൾ എടുക്കുന്നത് ഒരിക്കലും ആ ഒരു നിമിഷത്തിൻ്റെ അപ്പുറത്തേക്ക് അത് വളരുന്നില്ല, അതിന് ഏജ് സംഭവിക്കുന്നില്ല എന്നുള്ള വളരെ രസകരമായിട്ടുള്ളൊരു ഫിലോസഫി കൊണ്ടുവരുന്നത്. ഈ സാധനം തന്നെ മൈ ഫസ്റ്റ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് പിന്നെ പാമുക്ക് എഴുതുന്നുണ്ട്. ഇതേ സാധനം വരയിൽ ഉള്ള ഒരു ലേഖനത്തിൽ ഒരു സ്ത്രീയുടെ ചിത്രങ്ങളെ നിരൂപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിത്രങ്ങളെ പഠിച്ചുകൊണ്ട് നോസ് കാർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെയിം സാധനം തന്നെയാണ്, പല രീതിയിലാണ് അതിൻ്റെ ആഖ്യാനവും പല രീതിയിലുള്ള തന്ത്രങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷെ സെയിം തീമായിരിക്കും. അപ്പോൾ ഒരു തീം ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന തീമാണെന്നുള്ളടെ ആരും പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പല നിലകളിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നമ്മുടെ വായനയിലൂടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്ന് മാത്രമല്ല, നമ്മൾ ഈ സാഹിത്യത്തിന്റെ ചരിത്രത്തോട് പല നിലകളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നമ്മൾ കണക്റ്റഡ് ആണ് എല്ലാവരോടും, ഈ മുമ്പ് എഴുതിയ ആൾക്കാരോടും പിമ്പ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോടും. നമ്മൾ വളരെ കണക്റ്റഡ് ആണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുന്നുള്ളൂ. ഈ സ്റ്റെപ്പിന്റെ താഴെ വെച്ച സ്റ്റെപ്പ് വേറൊരാൾ ചെയ്ത സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് നമ്മൾ വേറൊരു സ്റ്റെപ്പ് എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തുടർച്ച ഉണ്ട്, ഏതൊരു വർക്കിനും തുടർച്ച ഉണ്ട്. ഇപ്പോൾ ഫിലോസഫീൻ്റെ തുടർച്ച നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ സോക്രട്ടീസിന്റെ ഫിലോസഫിയിലല്ലോ നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പല ഫിലോസഫി, ഹെഗൽ വരുന്നുണ്ട്, മാർക്സ് വരുന്നുണ്ട്, ഇവിടുന്ന് അൽത്യൂസർ വരുന്നുണ്ട്, ഇങ്ങനെ ബർട്ടൺ റസ്സിൽ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ച ഇവർ പല ഫിലോസഫിയിലും പല ആശയങ്ങളിൽ നിന്നിട്ടാണ് വേറൊരു ആശയം ഇവർ പറയുന്നത്. അതിന് തുടർച്ചയുണ്ട്.
ഏതൊരു ആർട്ട് ഫോമിനും തുടർച്ച ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കും, പല രീതിയിൽ അത് പലരും ഉപയോഗിക്കും. പിന്നെ ആത്യന്തികമായിട്ട് നമ്മൾ മനുഷ്യൻ്റെ കഥയാണല്ലോ പറയുന്നത്, മനുഷ്യന്മാരെ കഥയാണല്ലോ പറയുന്നത്. ഇതിന് തുടർച്ച ഇല്ലെങ്കിൽ പിന്നെ വേറെന്തിനാ തുടർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് അതിലുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞാൻ സലീമിൻ്റെ കഥകൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, പല കഥകളിലും കുട്ടികളുടെ ഒരു ലോകം സലീം അവതരിപ്പിക്കുന്നുണ്ട്. സലീമിനെ എഴുതിയിട്ടുള്ള ഏറ്റവും മാന്ത്രികമായിട്ടുള്ളൊരു കഥ എന്ന് എനിക്ക് തോന്നിയത് ഈ ചെവിയൂരിലെ നിധി എന്ന് പറഞ്ഞ കഥയാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ഒരു വലിയ പട്ടത്തിൻ്റെ നൂല് പിടിച്ച് നാട് വിട്ടു പോകുന്ന ഒരു കുട്ടിയെ അവതരിപ്പിക്കുന്ന കഥ കൂടിയാണിത്. അതുപോലെ തന്നെ മറ്റു കഥകളിലും വരുന്നുണ്ട്. എന്നാൽ ഈ കഥകളിലൊക്കെ കുട്ടികളുടെ ഒരു ലോകം വളരെ അരക്ഷിതത്വമുള്ള ഒരു ലോകമായിട്ടാണ് സലീം അവതരിപ്പിക്കുന്നത്. അവരുടെ ഭാവനാശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തുക കൂടിയാണ് ഈ കഥകളിലൊക്കെ സലീം ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികളെ അവതരിപ്പിക്കുമ്പോൾ സ്വന്തം കുട്ടിക്കാലത്തേക്ക് തന്നെയുള്ള ഒരു മടക്കം സലീം കാണുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ നിരന്തരം ഇങ്ങനെ കടന്നു വരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ കഥ പറയാമെന്ന് പല കഥകളും തീരുമാനിക്കുന്നത്? അത് പിന്നെ ഞാൻ ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ആളാണ്. വളരെ കൂലിവേല ചെയ്യുന്ന ഉപ്പയൊക്കെ ഉള്ള. അപ്പം ഞാൻ ചെറുപ്പം മുതലേ ആലോചിക്കുന്ന ഒരു കാര്യം, ഇവർ രാവിലെ ആയ വീട്ടിൽ നിന്ന് പോകും, വൈകുന്നേരമായ ഇവർ തിരിച്ചെത്തുന്നു. ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് എന്താ സംഭവിക്കുന്നത് നിരന്തരം എൻ്റെ ചോദ്യമായിരുന്നു. ഞാനാണെങ്കിൽ ആ സമയത്ത് ഈ ബാലരമ്യം ബാലമകളൊക്കെ വായിച്ച് ഭീകരമായിട്ട് മാജിക്കൽ ഇവർക്ക് വേറെന്തോ ഒരു മാന്ത്രിക ശക്തി ഇവർ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിരന്തരം ആലോചിച്ചുകൊണ്ടിരുന്ന, ഇവർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്ന് അപ്രത്യക്ഷരാകുകയും ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് നിരന്തരം ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ ഒറ്റക്ക് ഉണ്ടാകുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, ഈ ഒറ്റക്ക് ഉണ്ടാകുന്ന ഈ സമയങ്ങളിൽ ഭീകരമായിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുക. ഒരാൾ മിഠായി വാങ്ങാൻ പോയി. അപ്പോൾ നിന്റെ വീട്ടിൽ വന്ന അമ്മാവൻ നിനക്ക് വേണ്ടി മിഠായി വാങ്ങാൻ കടയിൽ പോയി. അപ്പോൾ ഈ കടയിൽ പോകുന്ന ഓരോ സ്റ്റെപ്പും നമ്മൾ ആലോചിക്കും, ഇയാൾ ഇന്ന സമയത്ത് ഇവിടെ വരും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ വെക്കും. എന്നിട്ട് ഇയാൾ വന്നിട്ടില്ലെങ്കിൽ ആ പരിസരത്ത് ഇത് എൻ്റെ കുട്ടിക്കാലത്തിൽ ഉണ്ടായിരുന്ന ഇമാജിനേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ആ ഇമാജിനേഷൻ കഥയിൽ ഉൾപ്പെടുത്താവോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ വലിയൊരു അരക്ഷിതാവസ്ഥ ഉള്ള ഒരു കുട്ടിക്കാലം തന്നെയായിരുന്നു എനിക്ക്. ഈ അരക്ഷിതാവസ്ഥ, ഇറങ്ങി ഓടാൻ തോന്നുന്ന, പേടിപ്പെടുത്തുന്ന, ചുറ്റുപാടുള്ള അരക്ഷിതാവസ്ഥ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥകളൊക്കെ അങ്ങനെയാണ്. ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്നത് മുഴുവനും പേടിപ്പിക്കുന്ന കഥ, സ്വന്തം നിഴലൊക്കെ കണ്ടിട്ട് പേടിക്കുന്ന കുട്ടിക്കാലമൊക്കെ തന്നെയാണ് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഉള്ള കുട്ടിക്കാലം തന്നെ. ആ അരക്ഷിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ഇമാജിനേഷൻ പലതും ഉണ്ട്. ഇപ്പോൾ ചെവിയൂരിലെ നിധിയിൽ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതായത് ഈ കോട എന്ന് പറയുന്ന ഒരു സങ്കല്പം ഭീകരമായിട്ട് ഞങ്ങൾ ചുറ്റുവട്ടത്ത് നിൽക്കുന്നതാണ്. അത് ഞാൻ എന്താണ് കോട ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ വല്യമ്മയുടെ അടുത്ത് ചോദിച്ചതാണ്. അപ്പൊ എൻ്റെ വല്യമ്മ പറഞ്ഞതാണ് ആന വീഡിയോ വലിച്ചിട്ടാണ് ഈ കോട ഉണ്ടാകുന്നത്. കുറേ കാലം ഞാനത് വിശ്വസിച്ചിരുന്നു. ഇത് കോടയൊക്കെ വരുമ്പോ എന്നാ ആന തുടങ്ങിയിക്കടെ വീഡിയോയില് ഈ പരിപാടി ഉണ്ട്. സത്യമായിട്ട് ഞാനത് വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്കാലം തന്നെയാണ് ആവർത്തിക്കാനുള്ള ശ്രമം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്കാലത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ, ഈ ശക്തി, പല മാന്ത്രിക ശക്തികൾ, വാള് എന്ന് വിചാരിച്ചിട്ട് ഈർക്കിളി എടുക്കുന്ന ഈ സാധനങ്ങൾ, ഇതൊന്നും മുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പര്യാപ്തമല്ല. ഇത് ആ സമയത്ത് മാത്രമുള്ള പര്യാപ്തമായിട്ടുള്ള ചില സംഗതികളാണ് എന്നുള്ള തോന്നലൊക്കെ കഥയിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ആയിരുന്നു ഞാൻ അതിൽ നടത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ ബേസിക്കലി എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു കൊളോണിയൽ ആശയത്തിൻ്റെ വലിയ പിടിപ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് വിദേശത്തേക്ക് പോകാനുള്ള പ്രവണതയാണ്, ഈ പടിഞ്ഞാറിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രവണത ഭയങ്കര ഭീകരമാണ്. പക്ഷെ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മളെ കയ്യിൽ ആ ഒരു ഈർക്കിളി മാത്രമേ ഉള്ളൂ. കുട്ടിക്കാലത്ത് നമ്മൾ വാള് പോലെ ഉപയോഗിച്ചിരുന്ന, പിന്നെ ഈ ചേമ്പും തട്ടി മാറ്റാൻ ഉപയോഗിച്ചിരുന്ന ഈ വടിയും പിടിച്ചിട്ടാണ് നമ്മൾ ആ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അവിടുത്തെ നരേറ്റീവിലേക്കാണ് നമ്മൾ ആകർഷിക്കപ്പെടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ അടുത്തായിട്ടുള്ള ഒരു ആലോചനയിൽ വന്നൊരു കാര്യമാണ്. അതായത് പിന്നെ ഈ മെറ്റമോർഫോസിസ് എന്നറിയുന്ന കാഫ്കേന്റെ കഥ വന്നതോടുകൂടി
മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന രൂപകം അല്ലെങ്കിൽ സങ്കല്പം കാഫ്കേൻ്റെത് മാത്രമായി. ഇതൊരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ്. യഥാർത്ഥത്തിൽ നമ്മളെ പുരാണങ്ങളിലൊക്കെ ഈ പിന്നെ ഭീകരമായിട്ടുള്ള മെറ്റമോർഫോസിസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇത് ഹാൻകോങ്ങിന്റെ കഥയിൽ വരുമ്പോൾ, വെജിറ്റേറിയൻ പോലത്തെ നോവലുകളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അവരെ കഥകളിൽ വരുമ്പോഴോ അവരിൽ കാണുന്ന മെറ്റമോർഫോസിസും പോലും കാഫ്കേന്റെ കണക്ഷനുമായിട്ടാണ് ഫീൽ. നമുക്ക് ഓറിയന്റലായിട്ട് നമുക്കൊരു വലിയ കഥാ പാരമ്പര്യമുണ്ട്. അത് തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. കാഫ്ക വേറൊരു സംഗതിയാണ് ചെയ്തിട്ടുള്ളത്. കാഫ്ക മെറ്റമോർഫോസിസ് മാത്രമല്ല, കാഫ്ക വേറൊരു ഭീകരമായിട്ടുള്ള മനുഷ്യന്റെ അവസ്ഥകളാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കാഫ്കസ്ക് എന്ന് പറയുന്ന ആ അവസ്ഥയെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പക്ഷേ വെസ്റ്റേണിൽ നിന്ന് നമുക്ക് അടിച്ചേൽപ്പിക്കുന്ന സംഗതി കാഫ്ക മാത്രമാണ് ഈ മെറ്റമോർഫോസിസും ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്താധാര ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തുടർ പിടിച്ചിട്ട് ഒരുപാട് മനുഷ്യർ അത് തന്നെ എഴുതും. ഇനിയിപ്പോ നീ ഒരു പക്ഷിയായി പറക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത നീ എഴുതിയിട്ടുണ്ടെങ്കിൽ അവര് പറയാ അത് കാഫ്കന്റെ അടുത്തുനിന്ന് വന്നതാണ്, നമുക്ക് ഇവിടെ എന്തോരം ഉണ്ടത്. അതൊരു വേറെ തന്നെ ഒരു കാര്യമാണ്. ഞാൻ അതുപോലെ ഈ അടുത്ത് വായിച്ച ഈ ഹോട്ടൽ ഗ്രീൻ വാലി എന്ന കഥയിൽ എനിക്ക് വളരെ സവിശേഷമായിട്ട് തോന്നിയ ഒരുപാട് സംഗതികൾ ആ കഥയിലുണ്ട്. അതിലേറ്റവും സവിശേഷമായിട്ട് എനിക്ക് തോന്നിയൊരു ഘടകം, അതിൽ 2 പുരുഷന്മാർ പ്രണയിക്കുന്ന രംഗം വളരെ മനോഹരമായിട്ട് സലീം എഴുതി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മുൻമാതൃകകളില്ലാത്ത ഒരു സമീപനത്തിലൂടെയാണ് സലീം ആ രംഗങ്ങൾ എഴുതിയിട്ടുള്ളത്. ഒട്ടും തന്നെ മുൻധാരണകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അടിച്ചേൽപ്പിക്കുന്ന ബോധങ്ങളോ അല്ലെങ്കിൽ ഒരു പൊതുബോധത്തിൻ്റെ നോട്ടമോ ഒന്നുമില്ലാതെ വളരെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇടത്തിൽ അങ്ങനെ 2 ആളുകൾക്കിടയിൽ സംഭവിക്കുന്ന അതും ഒരു അന്വേഷണം പോലെയാണ് സലീം എഴുതിയിട്ടുള്ളത്. ആ ഒരു കഥയെക്കുറിച്ച് പറയൂ, അല്ലെങ്കിൽ ആ രംഗം ആവിഷ്കരിച്ചതിനെ കുറിച്ച് പറയൂ. അത് പിന്നെ താങ്ക് യു അങ്ങനെ പറഞ്ഞതിന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ തീം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഗേ തീം എടുക്കുകയാണെങ്കിൽ, ഒരു ലെസ്ബിയൻ തീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെ സഞ്ചരിച്ച് ആ കഥനെ തന്നെ വളരെ ഡാർക്കാക്കി മാറ്റി നമ്മളുടെ ധാരണകളൊക്കെ അടിച്ചേൽപ്പിച്ച്, ഒന്നില്ലെങ്കിൽ സ്ത്രീപക്ഷ കഥകൾ എടുക്കുകയാണെങ്കിൽ പോലും ഈ ധാരണകളാണ് ഉണ്ടാക്കി ഒരു പ്രത്യേക ധാരണ വായിക്കുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഥകൾ എഴുതുന്നത് എന്നുള്ളൊരു തോന്നലിലാണ് എല്ലാം. ഞാനിതാ പിന്നെ ഒരു ഗേ കഥ എഴുതാൻ പോകുന്നു, അപ്പം നിങ്ങൾക്ക് ഞാൻ ഗേ കഥകളിലെ ഗേ ആയിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രശ്നഭരിതമായിട്ടുള്ള ജീവിതം ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നൊരു സ്വഭാവ സവിശേഷത. അതായത് ഇങ്ങനെ ഐ വാണ്ട് ടു ടീച്ച് യു എന്നുള്ള സാധനമാണ് എപ്പോഴും എടുക്കുന്ന സ്റ്റാൻഡ്. ഞാൻ അതിൽ നിന്ന് മാറണം എന്ന് തന്നെ കരുതി. ഇത് വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ളൊരു കാര്യമാണ്. അതിന് ആ സ്വാഭാവികതയോടുകൂടിയും അതിൻ്റെ ബ്യൂട്ടിയോടുകൂടി അവതരിപ്പിക്കണം എന്നുള്ള തോന്നലാണ് ഉണ്ടായിരുന്നത്. അതൊരു ഭാഗം മാത്രമാണ് ആ കഥൻ്റെ. മറ്റേ അതിൻ്റെ ഉള്ളിലുള്ള പ്രധാന സംഗതി ഉണ്ടല്ലോ, അത് ഞാൻ ജീവിതത്തിൽ കണ്ട കാര്യം. ഈ ഒരു 2 സ്ത്രീകൾ ഒരു വലിയ പെട്ടിയായിട്ട് ഹോട്ടലിലേക്ക് താമസിക്കാൻ വേണ്ടി വരികയാണ്. ഇവര് ഡെയിലി 3 പേർക്കുള്ള ഭക്ഷണം വാങ്ങും ഡെയിലി. ഞാൻ നോക്കുമ്പോൾ എല്ലാ സമയവും 3 ചായ, 3 കാപ്പി, 3 പാല്, 3 ബിരിയാണി, ഇതിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക. നോക്കുമ്പോൾ ഇവര് ആ പെട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നുള്ള എന്താണെന്നുള്ള അന്വേഷിക്കാൻ സ്വാഭാവികമായിട്ട് നമ്മളെ ഉള്ളിലുണ്ടാവുമല്ലോ. അവരാണെങ്കിൽ പുറത്തിറങ്ങുന്നതൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള ചില സമയങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ. ഇതെന്താ അന്വേഷിക്കുന്ന എൻ്റെ തന്നെ വളരെ രസകരമായിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അതിൽ ഞാൻ എഴുതിയത്. അതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് അവിടെ സംഭവിക്കാവുന്ന പല കാര്യങ്ങളിലൊന്നായിട്ട് ഇത് വളരെ സ്വാഭാവികതയോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊരു സാധാരണ സംഗതിയാണ് എന്നുള്ളത് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നു നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുക. അല്ലാതെ ഇതിൻ്റെ ഒരു പിന്നെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇതൊരു ഭീകരമായിട്ടുള്ളൊരു സാമൂഹിക പ്രശ്നമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അവതരിപ്പിക്കേണ്ട കാര്യമല്ല എന്നുള്ള തോന്നൽ തന്നെയാണ്. അതിപ്പോൾ അതിൽ അങ്ങനെ മനസ്സിലാക്കിയെടുത്തതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സലീം അവസാനം എഴുതിയ 2 കഥകൾ ഇങ്ങനെ വായിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും സലീം കൊണ്ടുവരുന്നൊരു ആശയം ആയിട്ട് എനിക്ക് തോന്നിയത് ഈ അപരത്വം എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സിനിമാസ്കോപ്പ് എന്നുള്ള ഒരു കഥ ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത്
സലീം പ്രശ്നവൽക്കരിക്കുന്ന ഒരു സംഗതി ഇപ്പോൾ മലയാള സിനിമകളിൽ പൊതുവെ ഇന്ത്യൻ ഭാഷാ സിനിമകളിലൊക്കെ തന്നെ വ്യാപകമായിട്ട് ആവിഷ്കരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന മെയിൽ ഈഗോ കോൺഫ്ലിക്റ്റുകൾ, അതിനെ വളരെ ഇപ്പോൾ കുറച്ച് പരിഹാസത്തോടെ, കുറച്ച് ആക്ഷേപഹാസ്യത്തോടെ കൂടെ തന്നെ സലീം പരിചരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, തിരക്കഥ എഴുതാൻ വേണ്ടി എത്തിയ രണ്ട് കഥാപാത്രങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആ കഥയെ ആലോചിച്ചു തുടങ്ങുകയും അവർ ആ കഥാപാത്രമായി മാറുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ഇപ്പം ഇങ്ങനെ ഇത്തരം അപരത്വത്തിനെ ഊന്നിയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഇത്തരം ഈ മെയിൽ ഈഗോകളെ എന്താ പറയുക, അതിൻ്റെ സംഘർഷങ്ങളെ നിരന്തരം ആവിഷ്കരിക്കുന്ന നിരവധി സിനിമകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സിനിമാ സ്കോപ്പ് എന്നുള്ളൊരു പേരിൽ തന്നെ അങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ എന്തായിരുന്നു സലീമിൻ്റെ ഒരു ലക്ഷ്യം? അതായത് നമ്മളതായിട്ട് അല്ലാത്തൊരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെടുകയാണ്. പലപ്പോഴും നമ്മളെ പ്രശ്നങ്ങളുടെ ഒക്കെ സ്വഭാവ സവിശേഷത, നമ്മൾ പ്രത്യേകിച്ച് കഥ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഒരാൾ ഒരു കഥയിൽ പെടുന്നതോടുകൂടി ആ കഥേന്റെ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് മാറുക എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. പിന്നീട് അയാളായി മാറുക, ആ കഥാപാത്രമായി മാറുക. വേറൊന്നും ഇവർക്ക് കൊടുക്കാനില്ല. ഇവര് തുടക്കക്കാരായിട്ടുള്ള അപ്പൊ ഇവർക്ക് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് ഇവരെ തന്നെ ജീവിതത്തിലേക്കാണ്. ഇയാൾക്ക് ഒരു കഥ ഉണ്ട്, ഈ കഥ പൂർത്തീകരിക്കാൻ ഇവരുടെ കഥ മിക്സ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഈ രണ്ട് കഥാപാത്രങ്ങൾ എഴുതുന്ന ആൾക്കാർ ഈ കഥാപാത്രങ്ങളായിട്ട് മാറുകയും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ഇവരെ ഉള്ളിലുണ്ടാകുന്ന ഒരു വർദ്ധിത ഈഗോ ഉണ്ടല്ലോ, ഈ ഈഗോന്റെ ഉള്ളിലുണ്ടാകുന്ന സംഘർഷങ്ങൾ സ്വാഭാവികമായിട്ട് അതിലൂടെ തന്നെ നമ്മുടെ നാഷണൽ പൊളിറ്റിക്സ് ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പല കഥകളിലും വിശ്വസിച്ചിട്ടാണ് തല്ലുകൂടുന്നത്. മനുഷ്യന്മാര് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കഥയിലാണ്. എല്ലാ മനുഷ്യന്മാരും വിശ്വസിക്കുന്ന പല കഥകളിൽ വിശ്വസിച്ചിട്ട് ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും അന്വേഷിക്കാതെ ആ കഥന്റെ ഭാഗമായിട്ട് ആ കഥനെ ഉയർത്തിപ്പിടിച്ച് ആ കഥന്റെ ആൾക്കാരായി മാറി അടികൂട്, പിന്നീട് എന്തോ ഒരു സ്വന്തം ജീവിതം വെച്ച് മാറുകയാണ്. അത് ഇപ്പോ പിന്നെ ഞാൻ കഥാകാരനാണ് എന്ന് എനിക്ക് തോന്നിപ്പിക്കുന്നത് ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ കഥ എഴുതുന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ കഥാകാരനാവുന്നത്. ഇത് കുറേ ആൾക്കാർ പറയാണ് ഈ കഥ എഴുതിയിരിക്കണ്, ഈ കഥാകൃത്താണ് എന്നും കൂടി പറയുമ്പോഴാണ് നമ്മളത് വിശ്വസിച്ച് പോണത്. എനിക്കിപ്പോഴും വിശ്വാസമൊന്നും വരലില്ല ഞാൻ കഥാകൃത്താണോ എന്ന് തോന്നുന്നത്. പക്ഷെ പലരും പറയുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കൂലേ, നമ്മൾ കഥാകൃത്താണ്. ഈ കഥ കേൾക്കണം നമ്മൾ. അതേപോലെ പലതിനെക്കുറിച്ചും പല കഥകളും നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ അതിൽ പെടുകയും നമ്മൾ അതായി മാറുകയും ചെയ്യുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ രാജ്യത്ത് ഭയങ്കര ഭീകരമായിട്ട് സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന ഒരു വിഷയം, അതൊരു പ്രധാന വിഷയമാണല്ലോ. ഏതൊരു ഇപ്പോൾ നോർത്തിലൊക്കെ പോകുമ്പോൾ പേര് പറയാൻ പോലും എനിക്ക് പേടിയാണ്. ഞാൻ എന്തെങ്കിലും ഒരു പേരൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്യല്. ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റേ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനെസ്സിൽ മനപ്പാഠം ചെയ്തു കൊടുക്കുന്ന സംഗതി ഉണ്ടല്ലോ, ഇത് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനെസ്സിൽ ആ മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് തന്നെ ഞാനിത് മനപ്പാഠം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രം, ഗായത്രി മന്ത്രമൊക്കെ എനിക്കറിയാം, ഞാനത് ചൊല്ലിക്കൊടുക്കും, ഹിന്ദു ആണ്. പേടിയാണ് ഇത്. അത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇവര് പേര് ചോദിക്കുമ്പോ തന്നെ എനിക്ക് ഭീകരമായിട്ട് പേടിയാണ്. ഇവരിന്നെ വേറൊരു മനുഷ്യനായിട്ട് കാണുമോ എന്നുള്ളൊരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സുരേഷിനോ രമേഷിനോ ഒക്കെ പറയും, ഒരിക്കൽ കാണുമ്പോ സലീമിന് തോന്നാതെന്നാ മതി എന്നുള്ളൊരു സാധനമാണല്ലോ. അതൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ. ആ ഒരു അപരവൽക്കരണത്തിന് തന്നെയാണ് ആ കഥയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ പ്രമേയത്തെ തന്നെ വേറൊരു നിലയ്ക്ക് സമീപിക്കുന്ന ഒരു കഥയാണ് സലീം അവസാനമായി പ്രസിദ്ധീകരിച്ച കഥ. എനിക്ക് എൻ്റെ എന്ന് പേരുള്ള, മുൻപ് അങ്ങനെ കേട്ടുപരിചയമില്ലാത്ത തരത്തിലൊരു പേരുകൂടിയാണത് ഒരു കഥയ്ക്ക്. ആ കഥയുടെ അകത്ത് തന്നെ ഈ അപരത്വത്തിന് അതീതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരാൾ അന്വേഷിക്കുന്ന ഒരു തലത്തിലേക്കാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അത്തരം മുഹൂർത്തങ്ങൾ കണ്ടിട്ടുള്ളത് മുൻപ് ഇപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഗുരുക്കന്മാരുടെയൊക്കെ ജീവിതങ്ങളിലും ആത്മകഥകളിലൊക്കെ വായിക്കുമ്പോഴൊക്കെയാണ്. ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും നമ്മുടെ തന്നെ ഉണ്മയെ കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ മറ്റുള്ള മനുഷ്യരിലൊക്കെ കണ്ടെത്തുക,
തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ചുള്ള ഒരു കഥയാണത്. എന്നാൽ ഇങ്ങനെ മറ്റുള്ള മനുഷ്യരെ മുഖചലനങ്ങളിലൂടെ, ഭാവങ്ങളിലൂടെ അവരുടെ ഉള്ളറിയാനുള്ളൊരു രഹസ്യം മനസ്സിലാക്കിയ ഒരു ശാസ്ത്രജ്ഞൻ, എന്നാൽ ഈ അന്വേഷണത്തിലൂടെ തന്നെ അയാൾ സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്വന്തം അന്വേഷണം തന്നെ ഒരാളെ ചതിയിൽപ്പെടുത്തുന്ന രീതിയിൽ ഒക്കെയുള്ളൊരു കഥയായിട്ടാണ് എനിക്കത് തോന്നിയത്. പക്ഷേ ഞാൻ ഇത്തരം അനുഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഇപ്പോൾ ഈ ഗുരുക്കന്മാരുടെയും ഒക്കെയുള്ള ജീവിതകഥകളിൽ നിന്ന് വായിക്കുമ്പോൾ, ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ആളുകൾ, ഈ അപരത്വത്തിന് അതീതമായിട്ടുള്ളൊരു അവസ്ഥയിൽ ആളുകളെ മനസ്സിലാക്കാനും ജീവിതത്തെയും കാലത്തെയും ഒക്കെ കാണാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ കുറേ കൂടെ നിർമ്മമമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് പൊതുവെ എത്തിപ്പെടാറ്. എന്നാൽ ഈ അവസ്ഥയിൽ നിന്നും ഈ കഥ നേരെ വിപരീതമായിട്ടാണ് സഞ്ചരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അയാൾ തന്നെ സ്വന്തം ഭൂതകാലത്തിൻ്റെ ഒരു കുറ്റബോധത്തിലേക്ക് ചെല്ലുകയും ആ പ്രശ്നം പരിഹരിക്കാനാവാതെ പിന്നിലേക്ക് ചെന്നിട്ട് ആ മുറിവ് ഉണക്കാൻ കഴിയാതെ അയാൾ ഭ്രാന്തമായിട്ടൊരു അവസ്ഥയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കഥയാണ്. ഈ കഥയെക്കുറിച്ച് ഒന്ന് പറയൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കഥനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ തീമാറ്റിക് ആയിട്ടുള്ള എലമെന്റും അതില് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പൊ അതിൽ പറഞ്ഞ ആ ചോദ്യത്തിൽ തന്നെ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതായത് ഈ കഥാപാത്രം എനിക്ക് എൻ്റെ എന്ന് പറയുന്ന ഈ അന്വേഷിയായിട്ടുള്ള ഈ ശാസ്ത്രജ്ഞൻ, സാമൂഹിക ശാസ്ത്രജ്ഞൻ അന്വേഷിക്കുന്നത് സമൂഹത്തിന്റെ ഘടനയിൽ എന്തെങ്കിലും മാതൃകകൾ ആരെങ്കിലും സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് നടത്തുന്നത്. പല മാതൃകകൾ അന്വേഷിച്ച് ഇങ്ങനെ നിരന്തരം കണ്ട് ആക്ച്വലി നമ്മളെ ജീവിതത്തിലൊക്കെയും പല മനുഷ്യന്മാരുടെ ജീവിതത്തിലും നമ്മൾ വേറൊന്ന് തീരുമാനിക്കുകയും വേറൊന്നായി മാറുകയും ചെയ്യുന്നൊരു പ്രവണത ഉണ്ട്. ഞാൻ എഴുത്തുകാരനാകണം നമ്മൾ കരുതിയിട്ടുണ്ട്. ഞാനൊരു ക്രിക്കറ്ററൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നന്നായിട്ട് ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്നു. ഞാൻ ഭയങ്കര ഭീകരമായിട്ട് +1 +2 കാലഘട്ടങ്ങളിൽ നാട് വിട്ടുപോയി. പിന്നെ സൗരവ് ഗാംഗുലിന്റെ വീട്ടിന്റെ മുമ്പിൽ പോയി നിന്നാലോ, പിന്നെ എന്നെ പരിശീലിപ്പിക്കൂ എന്ന് പറഞ്ഞാലോ. ഞാൻ മാധവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിക്കറ്റർ ഉണ്ട്, കോച്ചുണ്ട്. ഇയാൾക്ക് തൃപ്പൂണിത്തറ അതിലുള്ള അഡ്രസ്സിലേക്ക് കത്തൊക്കെ എഴുതിയിട്ടുണ്ട്, എന്നെ കൂടി നിങ്ങളുടെ ടീമിൽ ആ സമയത്ത് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ടെന്നീസ് ബോളിൽ മാത്രമേ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ എന്നും, ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ബോൾ പിടിക്കുമ്പോൾ സ്റ്റിച്ച് ബോൾ എൻ്റെ കയ്യിൽ നിൽക്കൂല, അത് കുറച്ചുകൂടി വലിയ ബോളാണ്. അപ്പോൾ പിന്നെ നമ്മുടെ സാമൂഹികമായിട്ടുള്ളൊരു വലിയ അവസ്ഥയും കൂടിയാണ് ആലോചിക്കുന്നത്. നമ്മളെ മുമ്പിൽ ക്രിക്കറ്റ് തുറന്നിടുന്ന ഒരു വലിയ രസകരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിക്കറ്റ് കളിക്കേണ്ട ബോള് നമ്മളെ കയ്യിൽ കിട്ടില്ല. നമ്മുടെ സാമൂഹിക അവസ്ഥയാണ്. ആ ബോൾ നേരത്തെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ ക്രിക്കറ്റർ ആവില്ലായിരുന്നു, ക്രിക്കറ്റർ ആവാൻ ആഗ്രഹിക്കില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നു. എൻ്റെ കൈ വളരെ ചെറിയ കൈയാണ്. ഈ കൈൻ്റെ ഉള്ളിൽ ഈ ബോൾ ഒതുങ്ങൂല, ഈ ബോൾ ഒതുങ്ങി എന്നെ കൊണ്ട് ബോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ എനിക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും, നമ്മൾ ചെന്നെത്തിപ്പെടുന്നത് വേറൊരു സംഗതിയും. എന്നിട്ട് ഈ സംഘർഷത്തിലിരിക്കെ തന്നെ നമ്മൾ കണ്ടെത്തുന്ന സംഗതികളിൽ ചിലപ്പോൾ ആ സംഗതി ചിലപ്പോൾ വിജയിച്ചേക്കാം. പക്ഷെ ആ സംഗതിയും നമ്മളെ കുട്ടിക്കാലത്തേക്കോ അല്ലെങ്കിൽ വേറൊരു സംഗതിയിലേക്കോ പോയി നമ്മളെ ഗിൽറ്റിനെ അല്ലെങ്കിൽ ട്രോമകളെ ഒക്കെ പ്രശ്നവൽക്കരിക്കുകയും വേറൊരു തരത്തിലേക്ക് അത് നമ്മളെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സംഗതിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ള തോന്നലാണ് എന്നെ ആ കഥ എഴുതാൻ പ്രേരിപ്പിച്ചത്. അതാണ് എനിക്ക് ആ കഥയിൽ കൂടെ പറയേണ്ടി വന്നത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഞാനൊരിക്കലും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, വായനക്കാർ വായിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ആ കഥയിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഈ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ഒരു ശാസ്ത്ര സത്യം കണ്ടെത്തുന്ന പോലെ തന്നെയാണ് ഒരു കഥ കണ്ടെത്തുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. അയാള് ശാസ്ത്രീയമായി കാര്യങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കവിയെ പോലെയാണ് അയാൾ ചിന്തിക്ക് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു കവിയുടെ രൂപകാത്മകമായിട്ടുള്ള ചിന്തകളിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത്. അയാൾ സ്വന്തം കണ്ടെത്തിയ തത്വശാസ്ത്രം വിവരിക്കുമ്പോൾ മുൻപ് എഴുതാൻ ശ്രമിച്ച കഥകളുടെ ആഖ്യാനത്തിലാണ് അയാൾ എഴുതാൻ ശ്രമിക്കുന്നത്. എന്നാൽ എനിക്ക് എന്ന് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു തലമുറയിൽ യുവാക്കളായിട്ടുള്ള പലരും വിശ്വസിക്കുന്നത് കഥാ സാഹിത്യം അല്ലെങ്കിൽ കവിത തുടങ്ങിയ മേഖലകളൊക്കെ മനുഷ്യനെ ശാസ്ത്രയുക്തിയിൽ നിന്നും ചിന്തകളിൽ നിന്നുമൊക്കെ പിന്നോട്ടടിപ്പിക്കുകയും നമ്മുടെ സംസ്കാരത്തെ പിന്നോട്ട് കൊണ്ടുപോയി ചെയ്യുന്ന ഒന്നായിട്ട്
കരുതുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ യുവാക്കളിൽ നിന്നൊക്കെ ഈ ശാസ്ത്രചിന്തയ്ക്ക് തടസ്സമായിട്ടുള്ള ഒന്നാണ് ഈ സാഹിത്യം അല്ലെങ്കിൽ കഥ എന്നൊക്കെ തരത്തിലുള്ള വാദങ്ങൾ ഇപ്പോൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. എനിക്ക് ഈ സമീകരണം വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. ഒരു കഥ കണ്ടെത്തുന്നതും ഒരു ശാസ്ത്ര കണ്ടുപിടുത്തം നടത്തുന്നതും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് സലീം വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫിസിക്സിനും നോബൽ കിട്ടുന്നത്, ലിറ്ററേച്ചറിനും നോബൽ കൊടുക്കുന്നത്. ഇത് രണ്ട് കണ്ടെത്തലുകളാണല്ലോ. ഫിസിക്സിനും കെമിസ്ട്രിക്കും പിന്നെ മാത്തമാറ്റിക്സിനില്ല, മറ്റുള്ള ശാഖകൾക്കും ശാസ്ത്ര ശാഖകൾക്കും ഗണിതത്തിനില്ല കൊടുക്കുന്നത് പോലെ പിന്നെ ഒരു കണ്ടെത്തലിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പുറത്ത് നോബൽ കൊടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ നീ പറഞ്ഞ കാര്യത്തിൽ, ആദ്യം പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ വിചാരിക്കുന്ന, യുക്തിപരമായിട്ട് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇവരെ പിന്നിൽ അതിനെ ആലോചിപ്പിക്കാൻ ഒരു കഥ വേറൊരാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ഇവർ വിശ്വസിക്കുന്നത്. കഥയിലാണ് മനുഷ്യന്മാർ വിശ്വസിക്കുന്നത്. പല കഥകളിൽ വിശ്വസിക്കുകയാണ്, പല നരേറ്റീവുകളിൽ വിശ്വസിക്കുകയാണ്. ഈ നരേറ്റീവാണ് കഥയായിട്ട് മാറുന്നത്. ഇപ്പോൾ അതിനെ ഡീപ്പായിട്ട് ആലോചിക്കുമ്പോൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ ഉള്ള ആലോചിക്കുന്ന മനുഷ്യന്മാർ എന്നുള്ള നിലക്ക് അതിൽ സ്പിരിച്വൽ റീഡിംഗ് ഒക്കെ നടത്തുന്ന എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്തവും കുന്തവും എന്താന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ യുക്തിഭദ്രമായിട്ട് ഇവരെ കൺവിൻസ് ചെയ്യാൻ ആ കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ അതിൽ വിശ്വസിക്കുന്നത്. നമുക്ക് പിന്നെ എനിക്ക് അങ്ങനത്തെ കഥകൾ ഉണ്ടാക്കുന്നത് അത്തരം പ്രത്യേക യുക്തികൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണെന്നും ആ യുക്തികൾ വേറൊരു രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളതും. ഇപ്പോൾ പിന്നെ മാർക്സിൻ്റെ കണ്ടെത്തൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം വലിയ രീതിയിൽ ഒരു സീരിയസ് മാറ്ററാണ് നമ്മൾ പറയുന്നത്. എന്നാലും അതൊരു ലോകത്തിനെ തന്നെ മാറ്റിമറിച്ച ഒരു സംഗതിയാണല്ലോ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണല്ലോ. ഇതൊരു നരേറ്റീവാണല്ലോ. ഈ നരേറ്റീവ് കണ്ടെത്തുന്നതോടുകൂടി ലോകം മാറിയല്ലോ. പലതിനും അത് വിശ്വസിക്കാൻ തുടങ്ങിയല്ലോ. നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പല രീതിയിലും അത് ലോകത്തിനെ മാറ്റിയിട്ടുണ്ട്, ജനാധിപത്യവൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല കണ്ടെത്തലുകളും പല നരേഷൻസും പല കഥകളും ഇതുപോലെ പല ആലോചനകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ശാസ്ത്ര കണ്ടെത്തലിനേക്കാൾ ഉപരി എനിക്ക് ചിലപ്പം പറയാൻ പറ്റുന്നത് ഒരു കഥൻ്റെ കണ്ടെത്തൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് തോന്നലുണ്ട്. അതൊരു കണ്ടുപിടുത്താണ്. ഒരു കഥ എന്ന് പറയുന്നത് ഒരു പിന്നെ വെള്ളത്തിൽ കൂടി ആകാശത്തിൽ കൂടിയും പറക്കാൻ പറ്റുന്ന ഒരു മിഷീൻ കണ്ടെത്തുന്നത് പോലത്തെ സങ്കല്പമാണ് കഥ, ഒരു പ്രത്യേക കഥ കണ്ടെത്തുക എന്നുള്ളത്. എന്തായാലും പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കഥകളും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു.